പിണറായി വിജയന്റെ പോലീസിനെ ഉപയോഗിച്ച് കോൺഗ്രസ് നേതാക്കളെ വേട്ടയാടാൻ ശ്രമിക്കുന്നവർക്ക് വടകരയുടെ കരുത്തനായ പോരാളി ഷാഫി പറമ്പിൽ നൽകിയ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത്. രാഹുൽ മാങ്കുട്ടത്തിൽ വിഷയത്തിൽ ഷാഫിയെ കൂടെ പൂട്ടാൻ വടകരയിലെ ഫ്ളാറ്റിന്റെ കഥയുമായി വന്ന BJP നേതാക്കൾക്കും അത് ഏറ്റുപിടിച്ച പോലീസിനും മുഖത്തടിച്ചതുപോലുള്ള മറുപടിയാണ് ഷാഫി നൽകിയത്. എനിക്ക് വടകരയിൽ ഫ്ളാറ്റ് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ എന്ന ഒറ്റ ചോദ്യത്തിൽ BJPയുടെയും CPMന്റെയും കള്ളക്കഥകൾ പൊളിഞ്ഞു വീണിരിക്കുകയാണ്. രാഹുൽ മാങ്കുട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഷാഫി പറമ്പിലിനെയും വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാനായിരുന്നു BJPയുടെയും CPMന്റെയും നീക്കം. വടകരയിലെ ഏതോ ഫ്ളാറ്റിൽ രാഹുൽ പോയെന്നും അത് ഷാഫിയുടേതാണെന്നും വരുത്തി തീർക്കാൻ BJP പാലക്കാട് ജില്ലാ അധ്യക്ഷൻ കിണഞ്ഞു പരിശ്രമിച്ചു. എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഷാഫി ഇത് പുച്ഛിച്ചു തള്ളി. ഏത് ഫ്ളാറ്റിന്റെ കാര്യത്തിലാണ് നിങ്ങൾ ചോദിക്കുന്നത്? എനിക്ക് ഫ്ളാറ്റ് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? പിന്നെ എന്തിനാണ് ഞാൻ അതിൽ മറുപടി പറയുന്നത് എന്ന ഷാഫിയുടെ ചോദ്യം BJPയുടെ തിരക്കഥയിലെ പാകപ്പിഴകളാണ് പുറത്തു കൊണ്ടുവന്നത്. തനിക്കില്ലാത്ത ഒരു ഫ്ളാറ്റിന്റെ പേരിൽ പുകമറ സൃഷ്ടിക്കാൻ നോക്കുന്നവർക്ക് ഷാഫി നൽകിയ കൃത്യമായ മറുപടിയാണ്. രാഹുലുമായി തനിക്കുള്ള വ്യക്തിപരമായ സൗഹൃദം ഒരു രാഷ്ട്രീയ നടപടിക്കും തടസ്സമായിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. രാഹുൽ മാങ്കുട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിലെ വ്യക്തത ഷാഫി എടുത്തു പറഞ്ഞു. ആരോപണം ഉയർന്നപ്പോൾ തന്നെ പാർട്ടി സസ്പെൻഷൻ നടപടിയിലേക്ക് കടന്നു. പരാതി ലഭിച്ച ഉടൻ തന്നെ അത് പോലീസിന് കൈമാറുകയും തുടർന്ന് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ലോകത്ത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ഇത്ര വേഗത്തിൽ അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് ഷാഫി ഓർമ്മിപ്പിച്ചു. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, അതിന് തടസ്സമായി കോൺഗ്രസ് പാർട്ടിയോ നേതാക്കളോ ഷീൽഡുമായി നിൽക്കില്ല എന്ന് ഷാഫി പറയുമ്പോൾ അത് CPMന്റെ ഇരട്ട നീതിക്കുള്ള ശക്തമായ മറുപടിയാണ്. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും വ്യക്തമാക്കിയതുപോലെ രാഹുൽ ഇപ്പോൾ പാർട്ടിയുടെ ഭാഗമല്ല എന്നും നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്നുമാണ് ഷാഫി ആവർത്തിച്ചത്. കോൺഗ്രസിനെ ഉപദേശിക്കാൻ വരുന്ന CPM നേതാക്കളുടെ തനി നിറം ഷാഫി പുറത്തു കൊണ്ടുവന്നു. ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടും പാർട്ടിയിലും നിയമസഭയിലും ഇപ്പോഴും തുടരുന്ന CPM നേതാക്കളെ ഷാഫി എണ്ണി പറഞ്ഞു. ശബരിമല കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ ജയിലിലും പാർട്ടിയിലും ഒരേ സമയം തുടരുന്നുണ്ട്. ലൈംഗികാരോപണങ്ങൾ നേരിടുന്നവർ നിയമസഭയിൽ വിലസുന്നുണ്ട്. അവരൊന്നും ഒരു നടപടിയും എടുക്കാത്തവരാണ്. അങ്ങനെയുള്ളവരുടെ ഉപദേശം കോൺഗ്രസിന് ആവശ്യമില്ല എന്ന് ഷാഫി കടുത്ത ഭാഷയിൽ തന്നെ പറഞ്ഞു. ഷാഫി പറമ്പിൽ എന്ന നേതാവിനെ രാഷ്ട്രീയമായി നേരിടാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ BJPയും CPMും ഉയർത്തുന്നത്. വടകരയിലെ ജനങ്ങൾ ഹൃദയത്തിലേറ്റിയ തങ്ങളുടെ MP-യെ തളയ്ക്കാൻ വടകരയിലെ ഇല്ലാത്ത ഫ്ളാറ്റിന്റെ കഥയുമായി വന്നവർക്ക് കിട്ടിയത് കനത്ത പ്രഹരമാണ്. ഷാഫി പറമ്പിലിന്റെ ആ ആവേശകരമായ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. എനിക്ക് ഫ്ലാറ്റ് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു? അല്ല, ഞാൻ ചോദിക്കും, ഞാൻ എന്തിനാ അതിന് മറുപടി പറയുന്നു? ഞാൻ ആരുൾപ്പെടെ ഇത്തരം ഒരു ലോ എടുക്കുന്ന ഒരു പ്രൊസീഡ്സിംഗിലും ഒരു പ്രൊസീജിയറിലും അതിന് തടസ്സമായി കോൺഗ്രസ് പാർട്ടിയോ അതിന്റെ ഒരു നേതാവോ ഞങ്ങൾ ആരും വന്നു നിന്നിട്ടില്ലല്ലോ. പാർട്ടിയിൽ അങ്ങനെ ഒരു ആരോപണം വന്ന സമയത്ത് തന്നെ പാർട്ടിയിലെ സസ്പെൻഷൻ കഴിഞ്ഞു. ആ സസ്പെൻഷന് ശേഷം പരാതി ലഭിച്ചപ്പോൾ പാർട്ടി തന്നെ അത് പോലീസിന് കൈമാറി. ഇപ്പോൾ അതിൻ്റെ ശേഷം തന്നെ പാർട്ടി ഡിസ്മിസലും കഴിഞ്ഞു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇപ്പോൾ നിയമപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിൽ നീതി നടക്കട്ടെ. എന്താണോ സത്യസന്ധമായ കാര്യങ്ങൾ അത് ഈ നിയമപരമായ പ്രൊസീജിയറിൽ പുറത്തു വരട്ടെ. ആ പുറത്തു വരുന്നതിനനുസരിച്ച് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിയമം തീരുമാനിക്കട്ടെ. അതിന് തടസ്സമായിട്ട് കോൺഗ്രസ് പാർട്ടിയോ കോൺഗ്രസ് പാർട്ടിയിലെ സഹപ്രവർത്തകരോ സുഹൃത്തുക്കളോ ആയ ആരും ഞങ്ങൾ ഒരു ലീഗൽ പ്രൊസീജിയറിന് തടസ്സം നിൽക്കുന്ന തരത്തിൽ ഷീൽഡുമായി ഞങ്ങൾ ആരും ഇറങ്ങി നിന്നിട്ടില്ല. നിയമത്തിന്റെ വഴിക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും എല്ലാ സാഹചര്യങ്ങളും പാർട്ടി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ രാജിയെ സംബന്ധിച്ചും പിന്നെ രാജി കോൺഗ്രസ് ആവശ്യപ്പെടുന്നതിനെ സംബന്ധിച്ച് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ആ കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ നേതാക്കന്മാർ പ്രതികരിച്ചു കഴിഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ ഫർദർ ഇനി എന്തെങ്കിലും കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തിൽ ഒരു നടപടിയായി സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല എന്ന് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അവർ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ മേലെ ഒരു അഭിപ്രായം പ്രത്യേകിച്ച് ഇൻഡിവിജ്വലി ഞാൻ എടുത്ത് പറയേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമില്ല പാർട്ടിയുടെ ഒരു വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, ഞാനുമായിട്ടുള്ള സൗഹൃദത്തെ സംബന്ധിച്ചാണ്. ആ സൗഹൃദവും ഒരു പാർട്ടി നടപടിക്കും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്ത് മാറ്റുന്നതിലോ അതുപോലെ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതിനകത്തോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന കാര്യത്തിലോ അത് പാർട്ടിക്ക് ഒരു തടസ്സമായിട്ട് അതും മാറിയിട്ടില്ല.
ഇപ്പോൾ കോൺഗ്രസ് ആസ് സച്ച് എ പാർട്ടി എന്നുള്ള നിലക്ക് ഇത്തരം ഒരു കാര്യത്തിൽ മറ്റേത് പ്രസ്ഥാനവും സ്വീകരിച്ചതിനേക്കാളും ക്ലാരിറ്റി ഉള്ള നിലപാടുകളും നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കെല്ലാം ബോധ്യമുണ്ട്. അതുകൊണ്ട് അത് ഞാൻ അതിൻ്റെ നിയമത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ, അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ, അതിൻ്റെ സത്യവും നീതിയും തെളിഞ്ഞു വരട്ടെ. ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിങ്ങളിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, ഞങ്ങൾ മറുപടി പറഞ്ഞു. പക്ഷെ ഇത്തരം കാര്യങ്ങൾ ഞങ്ങളെ ഉപദേശിക്കുന്ന ആളുകൾ, ഞാൻ ഈ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഈ വിഷയത്തിൽ ഇനി ഫർദർ പ്രതികരണത്തിനില്ല, ഒറ്റ കാര്യം കൂടെ പറയുന്നു. ഇങ്ങനെ ഒരു വിഷയത്തിൽ ഞങ്ങൾ ഉപദേശിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, ജയിലിലും പാർട്ടിയിലുമുള്ള ആളുകൾ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ജയിലിലും പാർട്ടിയിലുമുള്ള ആളുകൾ രണ്ടിടത്തും തുടരുകയാണ്. ശബരിമല കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ ജയിലിലും തുടരുകയാണ്, പാർട്ടിയിലും തുടരുകയാണ്. മറ്റാരോപണങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ നിയമസഭയിലും തുടരുകയാണ്, അവരുടെ പാർട്ടിയിലും തുടരുകയാണ്. അതൊക്കെ ഒരു നടപടിയും അവരാരും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അവരുടെ ഉപദേശം ഇത്തരം കാര്യങ്ങളിൽ വേണ്ട. കേരളത്തിലെ പൊതുജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്ന നിലപാടും കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്ന നടപടികളും അവർക്കത് ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് ഇതിൽ കൂടുതൽ ആ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതുണ്ടെന്ന് കരുതുന്നില്ല. ഈ നിയമ നടപടികൾ മുന്നോട്ട് പോട്ടെ, അതിന്റെ സത്യം തെളിയട്ടെ, നീതി ലഭിക്കേണ്ടവർക്ക് ലഭിക്കട്ടെ. എനിക്ക് ഫ്ലാറ്റ് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു? അല്ല, ഞാൻ ചോദിക്കും, ഞാൻ എന്തിനാ അതിന് മറുപടി പറയുന്നു? ഞാൻ ആരുൾപ്പെടെ